ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ മറ്റേ ബാട്ടു കേവ്സും ജെൻഡിങ് ഐലൻഡൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് ഈ ഏരിയ മാത്രമാണ്, ഒരൊറ്റ ദിവസത്തെ ടൂറാണ്. ഒരു 5 മണി മുമ്പേക്കൊക്കെ നമ്മൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ബാട്ടു കേവ്സിലേക്കാണ് ആദ്യം പോണത്. അവിടെ നിന്ന് പിന്നെ ജെൻഡിങ് ഐലൻഡ്സിലേക്ക് പോകും. ബാട്ടു കേവ്സുള്ള വലിയ പാറ കണ്ടു തുടങ്ങിയിട്ടോ. വലിയൊരു പാറയാണത്. അതിൻ്റെ ഉള്ളിലാണ് കേവ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അങ്ങനെ ബാട്ടു കേവ്സിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ പേര് താഴെയുണ്ട്, കുറേ മുകളിലുണ്ട്, കുറേ ഗുഹയുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ ഈ തിരക്കിൽ കൂടെ സ്റ്റെപ്പ് കയറി പോകണം. സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ട്, കാരണം എനിക്ക് കയറാൻ പറ്റുമോ എന്നൊരു സംശയം. സ്റ്റീപ്പായിട്ട് തോന്നുന്നു എനിക്കിവിടെ നോക്കുമ്പോൾ, കയറുമ്പോൾ അറിയാം. എന്തായാലും പിന്നെ ഒരു ഗുണമുള്ളത് എന്താ വെച്ചാൽ 10 സ്റ്റെപ്പ് കയറിയാൽ നിൽക്കാൻ സ്ട്രെയിറ്റ് നടക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ 10 സ്റ്റെപ്പ് അങ്ങനെയാണ് തോന്നുന്നത് ഇതിൻ്റെ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്ന് കയറാൻ തോന്നുന്നു. എനിക്ക് സുഖമായിട്ട് കയറാൻ വേണ്ടിയിട്ട് എൻ്റെ ബാഗൊക്കെ മേടിച്ച് പിടിച്ച് ഒരാളിതേ മുമ്പേ കൂടി കയറി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പതുക്കെയാണ് കയറണുള്ളൂ. അതും എനിക്ക് ഒറ്റയടിക്ക് അങ്ങനെ കയറാനും പറ്റില്ല. ഞാൻ 6 ഹാഗൊക്കെ ആയിട്ടാണ് കയറുക. കാരണം മുട്ടുവേദനയ്ക്ക് നമുക്ക് എപ്പോഴും ഒറ്റ ഇതിലങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 6 ഹാഗായിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസിയാണ് കയറാനായിട്ട്. അപ്പം ഞാനെപ്പോഴും അങ്ങനെയാണ് കയറുന്നത്. ഞാൻ ശബരിമലയ്ക്ക് പോയപ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കയറിയത്. അതുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റിയതില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കേണ്ടി വന്നതന്നെ.
സൂര്യപ്രകാശം കറക്റ്റ് വീണുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് മുരുകക്ഷേത്രം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് കയറാനുണ്ട് കുറച്ചും കൂടി സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ വള്ളിയമ്മയുടെ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തും. അവിടെ മുകളിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വൈഫായിട്ടുള്ള വള്ളിയമ്മയുടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ഒരു ശിവൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. അപ്പോൾ കുറേ മുകളിലേക്ക് ഇനി നമ്മൾ സ്റ്റെപ്പുകൾ കയറാൻ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണ ഇതുണ്ട് കേട്ടോ. മഴ പെയ്താലും വെള്ളമുണ്ട്, ഡയറക്റ്റ് സൺലൈറ്റും കിട്ടും. നല്ല രസമാണ് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി. അത് വള്ളിയമ്മയുടെ അമ്പലമാണ് കാണുന്നത്. ഒരു പൂവൻ അവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൻ്റെ മുകളിൽ കിടന്ന് നടക്കണുണ്ട്. അവൻ്റെ ഒരു പൂവലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെ മുകളിലത്തെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിറങ്ങാനും സൂക്ഷിച്ചിറങ്ങണം. മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴുക്കൽ ഉണ്ടാകും. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക്. ഞാൻ അത് നോക്കിയിട്ട് അപ്പോൾ എന്നോട് അപ്പുറത്ത് കൂടെ ഇറങ്ങിക്കൊള്ളാൻ പറയുന്നത്. പക്ഷേ അത് തീരെ വീതി കുറഞ്ഞതാണ്. എനിക്ക് 6 ആഗ് ആയിട്ട് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ വഴി തന്നെ എടുത്തു. മറ്റൊടത്തേക്ക് കിടക്കാൻ പോയില്ല, ഇതിൽ തന്നെ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. ഇടയ്ക്ക് കുരങ്ങന്മാരുണ്ട് നിറച്ച്. കയ്യിലെന്തെങ്കിലും സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് വലിച്ച് വാങ്ങിക്കൊണ്ട് പോകും കേട്ടോ. തിന്നാനുള്ള സാധനം കണ്ട പ്രത്യേകിച്ചും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം നമ്മളിവിടെ നടക്കാനായിട്ട്. ഓരോ ഇന്നിപ്പോൾ ചാട് അതിൽ എന്തിട്ടോ നോക്കാനായിട്ട് കയറണുണ്ട്. പേടിച്ചു. കയ്യിൽ നിന്ന് ഞാനത് കണ്ടപ്പോൾ എൻ്റെ മൊബൈൽ വേഗം മാറ്റി പിടിച്ചതാണ്. കാരണം ഇനി കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചുകൊണ്ട് അത് പേടിച്ചിട്ട്. അത് കാരണം അത് തട്ടിപ്പറിക്കണ വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അതിൽ നിന്ന് 2-3 പേര് വന്ന് തല്ലൂടി. പലരും പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി. പൂജയുടെ സാധനങ്ങളായിരുന്നു. ഒരാൾ കയ്യിൽ പിടിച്ച് കൊണ്ടുപോയിരുന്നു. അവരുടെ നിന്ന് പിടിച്ച് വലിച്ച് വാങ്ങി കൊണ്ടുപോയതാണ്. അങ്ങനെ ബാട്ടു കേസിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിട്ടോ. ഇനി ഇവിടുന്ന് നേരെ ജെൻറ്റിങ് ഐലൻഡ്സിലാണ് പോകുന്നത്.
അപ്പോൾ അതിൻ്റെ വീഡിയോസ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഡീറ്റെയിൽസുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത് ഞാൻ കുറേ കാലമായിട്ട് പറയാറില്ല, എന്നാലും ഒന്ന് പറയാണ്. വീഡിയോ കാണുന്നവർ വെറുതെ കൈയോടെ പോവാതെ ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും കമൻറ്റൊക്കെ തന്നിട്ട് പോവുക. അത് വളരെ സന്തോഷം ഉണ്ടാക്കും എനിക്ക്. ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ആരോടും ചോദിക്കാറില്ല, ഇപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വരേക്കും. ബൈ ബൈ.